ആജി സാഹിബ്, ഞാൻ പറഞ്ഞത് എന്റെ സ്വപ്നം. കൊച്ചു പെൺകുട്ടികൾ ഇങ്ങനെ ഭയപ്പെടുത്തുന്ന സ്വപ്നം കാണുന്നത് അത്ര നല്ലതല്ല. തീർച്ചയായും ആരുടെയൊക്കെയോ കണ്ണ് തട്ടിയിട്ടുണ്ട് നിന്റെ മേൽ. അതൊക്കെ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. അഹങ്കാരിയായ വെള്ളക്കാര, പറയൂ എങ്ങനെ ഉണ്ടെന്ന്. ഈ പണം നമ്മുടെ ഹിന്ദുസ്ഥാനികളുടേതാണ്. ഇതിൽ നിങ്ങൾക്ക് ഒരധികാരവും ഇല്ല. ഇന്ന് നിങ്ങൾ അർഹതയില്ലാതെ സമ്പാദിച്ചതിന്റെ ഒരു ചെറിയ അംശം മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനിയും നിങ്ങൾ നിങ്ങളുടെ അഹങ്കാരം അവസാനിപ്പിച്ചില്ലെങ്കിൽ നികുതി എന്ന പേരിൽ നിർബന്ധിച്ചു പിടിക്കുന്ന എല്ലാ സമ്പാദ്യവും അപഹരിക്കപ്പെടും. ഗുരു ആരവിടെ? ഇതെന്താണ്? എന്ത് പറ്റി സാഹിബ്? നിങ്ങൾ രാത്രി മുഴുവൻ എന്താണ് ചെയ്യുന്നത്? സർ, ഞങ്ങൾ പുറത്ത്. Shut up! എന്ത് പറ്റി സാഹിബ്? ഒന്നുമില്ല. Get out! എനിക്ക് ആരോടും ഒന്നും പറയാൻ കഴിയില്ല. It's bribe money. ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഗുരു, സർജന്റ്, ശ്രദ്ധിക്കൂ, എല്ലാവരും ശ്രദ്ധിക്കൂ, വിദൂർവാസികളെ ശ്രദ്ധിക്കൂ. എല്ലാവർക്കും ഒരു സൂചന നൽകുകയാണ്. വിദൂറിൽ ഒരു കള്ളനെത്തിയിട്ടുണ്ട്. അയാൾ കമ്പനി ഓഫീസറുടെ മുറിയിൽ നിന്നും കുറച്ച് പണം മോഷ്ടിച്ചിരിക്കുകയാണ്. ആരെങ്കിലും അയാളെ കുറിച്ച് വിവരം നൽകിയാൽ അവർക്ക് സമ്മാനം നൽകുന്നതായിരിക്കും. അയാളെ പിടികിട്ടിയാൽ ഉടൻ തന്നെ അയാളുടെ കൈയും കാലും വെട്ടുന്നതായിരിക്കും. വിദൂർവാസികളെ ശ്രദ്ധിക്കൂ. ഇപ്പൊ കണ്ടില്ലേ, കള്ളന്റെ വീട്ടിൽ തന്നെ കള്ളൻ കയറി. വെറുതെ കയറി അങ്ങ് സന്തോഷിക്കണ്ട. ഈ സന്തോഷമൊക്കെ പെട്ടെന്ന് അങ്ങ് തീരും. അതേ കമ്മീഷണറിയിലാണ് മോഷണം നടന്നിരിക്കുന്നത്. ഈ മോഷണം വെറും നിസ്സാര കാര്യമല്ല. ആ ദുഷ്ടന്മാരായ വെള്ളക്കാർ നമ്മളെ എല്ലാരെയും പിടിച്ചോണ്ട് പോകും. കേട്ടില്ലേ, ആദ്യമായിട്ടാണ് മുടന്തിന്റെ വായിൽ നിന്നും സത്യമായിട്ടുള്ളൊരു കാര്യം വന്നിരിക്കുന്നത്. അടി കൊടുത്ത ഭൂതം പോലും ഓടിപ്പോവും. അവര് കൊണ്ടുപോയി 4 തല്ല് കൊടുത്തു കഴിഞ്ഞാൽ ആരായാലും പറഞ്ഞു പോവും ഇത് ചെയ്തത് ഞാനാണെന്ന്. എന്റെ സുഹൃത്തെ, ആര് ചെയ്താലും ഇത് നല്ലൊരു കാര്യം തന്നെയാ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, കണ്ണിൽ നിന്നല്ലേ കൺമഷി മോഷ്ടിച്ചിരിക്കുന്നത്. നിനക്കറിയോ, ഇപ്പോഴാണ് എന്റെ മനസ്സൊന്ന് ശാന്തമായത്. എനിക്ക് വളരെ സന്തോഷമായി. അല്ല എന്റെ ചേട്ടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന്. എന്നാലും ഈ അത്ഭുതം ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഓം സർവബാധാ വിനിർമുക്തോ ധനധാന്യസുധാനിവധ മനുഷ്യോ മത്പ്രസാദേന ഭവിഷ്യതീന സംശയാ. സർവബാധാ വിനിർമുക്തോ ധനധാന്യസുധാനിവധ മനുഷ്യോ മത്പ്രസാദേന ഭവിഷ്യതീന സംശയാ. അതെ, ചിരിക്കാൻ പാടില്ല മോളെ, അത് അപശകുനമാണ്. എന്തിനു വേണ്ടിയാ മനുചേച്ചിയുടെ തലയുടെ മുകളിൽ ഇങ്ങനെ മുളകൊഴിഞ്ഞത്? ഞാൻ മനുവിന്റെ ദൃഷ്ടിദോഷം മാറ്റുകയായിരുന്നു. എന്റെ ദൈവമേ, അപ്പൊ മനുചേച്ചിക്ക് കണ്ണു കാണാൻ പറ്റില്ലേ? കുറുമ്പി, ദൃഷ്ടിദോഷം മാറ്റുക എന്ന് പറയുന്നത് ദുഷ്ടദൃഷ്ടിയുടെ പ്രഭാവം മാറ്റുക എന്നാണ്. ദുഷ്ടദൃഷ്ടിയോ? ആ, ദുഷ്ടദൃഷ്ടി കാരണം മോശപ്പെട്ട സ്വപ്നങ്ങൾ കാണും. തന്റെ ആരോഗ്യം നഷ്ടപ്പെടും. ജോലി ചെയ്യാനുള്ള കഴിവും പോകും. ആജി സാഹിബ്, ഇതവൾക്ക് ജോലികളൊന്നും ചെയ്യാതിരിക്കാനുള്ള അടവുകളാ. ഇവളുടെ നോട്ടം വീണാൽ മതി, മറ്റുള്ളവരുടെ ജോലിയിൽ പോലും പിഴവ് സംഭവിക്കും. ഇവൾക്ക് ആരുടെ ദൃഷ്ടി ഏൽക്കാനാ?
ഒന്നും പറയാൻ പാടില്ല. മനു ഇപ്പൊ പണ്ടത്തേതുപോലെ അല്ല. അറിയാമോ, വീട്ടിലിപ്പോൾ എന്തുമാത്രം ജോലിയാണ് ചെയ്യുന്നതെന്ന്? അതെ ആജി സാഹിബ്, പകല് മുഴുവൻ ജോലി ചെയ്യും, പിന്നെ രാത്രിയിലും. പോയിരുന്നോ ഇല്ലയോ? അതെ ആജി സാഹിബ്, ഞങ്ങൾ രണ്ടുപേരും പോയിരുന്നു. എന്തിന്? ഉത്തരം പറയൂ മനു. അത് ഈ മണ്ണെടുക്കാനായിട്ട്. മണ്ണോ? അതെ ആജി സാഹിബ്, മാലിനി ആ പൂവ് കൊണ്ടുവരുന്നില്ലേ, അവരെന്നോട് പറഞ്ഞു ഈ ചുവന്ന മണ്ണ് കൊണ്ട് പാത്രം കഴുകിയാൽ പാത്രം തിളങ്ങുമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ മുത്തച്ഛന്റെ ഈ വെള്ളിപ്പാത്രമില്ലേ, അത് ഈ മണ്ണ് ഉപയോഗിച്ച് തേച്ച് കഴുകി നോക്കാമെന്ന്. എന്നോട് ക്ഷമിക്കണം ആജി സാഹിബ്, ഞാൻ നിങ്ങളോട് പറയാതെയാ പോയത്. പക്ഷെ ഇതിൽ പ്രാച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ ശിക്ഷയാണെങ്കിലും അതെനിക്ക് നൽകിക്കോളൂ. പക്ഷെ പ്രാച്ചിയെ ഒന്നും പറയരുത്. മനു ചേച്ചി, രാത്രിയില് ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ പുറത്തേക്ക് പോകാൻ ചേച്ചിക്ക് പേടിയില്ലേ? എനിക്കില്ല, നിനക്ക് പേടിയുണ്ടോ? ആ, എനിക്ക് ഭയങ്കര പേടിയാണ്. ആരെയാ? ഭൂതത്തിനെ. അത് കുട്ടികളെ ഒറ്റയ്ക്ക് കണ്ടാൽ പിടിച്ചോണ്ട് പോവും. ഭൂതവും പ്രേതവും ഒന്നുമില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ സൈനികർ ആരെയും പേടിക്കില്ല എന്ന്? ആ, സൈനികർ ആരെയും പേടിക്കില്ല. മനു ചേച്ചി എന്തിനാ രാത്രിയിൽ പുറത്തേക്ക് പോകുന്നത്? നമ്മൾ ഇപ്പോൾ ഒരുമിച്ചൊരു സ്ത്രീ സൈന്യം ഉണ്ടാക്കിയില്ലേ, അതിനെ കുറിച്ച് ആരും ഇനി അറിയാതിരിക്കാൻ വേണ്ടിയാ. പക്ഷെ ഇപ്പൊ എവിടെ പോകുന്നു മനു ചേച്ചി? മാൻസന്റെ പാഠം പഠിപ്പിക്കാൻ. അയാൾ നമ്മുടെ താത്യഗുരുവിനെ അപമാനിച്ചിരിക്കുകയാണ്. അയാൾക്ക് അതിനുള്ള ശിക്ഷ നൽകി തന്നെ ആവണം. സ്ത്രീ സൈന്യം വിജയിക്കട്ടെ.
happened? സർ, നമ്മൾ അകത്ത് നിന്ന് എന്തോ ശബ്ദം കേട്ടു. അത് പൂച്ചയായിരിക്കും. Everything is all right. Go now. I want to sleep. മനു, അല്ല, ഇതുവരെ ഉണർന്നില്ലേ? മനു, എണീക്ക് മനു. മനു, മാൻസൺ, നിന്നെ ഞാൻ കൊല്ലും. വിടന്റെ മുത്തച്ഛനെ, വിടാൻ. വെള്ളക്കാരൻ രാക്ഷസൻ, ചുവന്ന കുന്ന്, മനു, കഠാര, വെടിമരുന്ന്. വിട്, വിട്. മനു, എന്താ ഈ പറയുന്നേ? അജി സാഹിബ്, നിങ്ങളോ? നീ എന്താ ഈ പെറുവിറുക്കുന്നേ? അതൊന്നുമില്ല, ഞാൻ ഉറങ്ങായിരുന്നു. അല്ലല്ല, നീ രാക്ഷസൻ, കൊല്ലും, കഠാര എന്നൊക്കെയാ നീ പറഞ്ഞത്. അതൊന്നുമില്ല. ഞാൻ സ്വപ്നം കാണായിരുന്നു. സ്വപ്നം? പക്ഷെ നീ പെറുവിറുത്തത് ആര്യ കൊല്ലണം, മാൻസൺ, ഇങ്ങനെയൊക്കെയാണല്ലോ നീ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് അജി സാഹിബ്, അത് കുന്നിനെ കുറിച്ചുള്ള സ്വപ്നം. കൊന്നിന്റെയോ? അത് ആ ചുവന്ന കുന്നിൽ വെള്ളക്കാര് ധാരാളം ആളുകളെ തൂക്കിക്കൊല്ലായിരുന്നു. എന്നിട്ടുണ്ടല്ലോ, അവിടെ മാൻസൺ വെറുതെ നിന്ന് ചിരിക്കായിരുന്നു. അയാളോടൊപ്പം വലിയ സൈന്യം ഉണ്ടായിരുന്നു. അപ്പൊ മുത്തച്ഛന്റെ വാളെടുത്തു. എന്നിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? പാവം, അദ്ദേഹത്തിന് സൈന്യവും ഇല്ലായിരുന്നു. അപ്പൊ മാൻസൺ അലറുന്നുണ്ടായിരുന്നു നമ്മുടെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങാൻ. ഇത് കേട്ടപ്പോ താത്യഗുരു നാനാജേഷ്ടനും അവരുടെ വാളെടുത്തു. എന്നിട്ട് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാരും കൊട്ടാരത്തിന്റെ അകത്തേക്ക് കയറി നമ്മളെ എല്ലാരെയും വളഞ്ഞു. അറിയോ, മാൻസൺ നിങ്ങളെ അജി സാഹിബിനെ വെടിവെച്ചു. എന്റെ ദൈവമേ, നല്ല കാര്യങ്ങൾ പറയേ. മനുചേച്ചിയല്ലേ പറഞ്ഞത് നമ്മുടെ സൈന്യത്തിൽ 4 ലക്ഷം പേര് വരുമെന്ന്? അവരിൽ നിന്ന് ആരും വന്നില്ലല്ലോ. വരും പ്രാചി, നീ നോക്കിക്കോ. ശരി, വരൂ, വീട്ടിലേക്ക് പോവാം. ആജി സാഹിബിന്റെ പൂജ തീരുന്നതിന് മുൻപ് തന്നെ എത്രയും വേഗം നമുക്ക് വസ്ത്രം മാറി വീട്ടിലെത്തണം. പിന്നെ കേൾക്കൂ, ഓർമ്മ വേണം, നാളെ ഇതേ സമയം ഇതേ സ്ഥലത്ത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ. എന്റെ ദൈവമേ, ഇതെന്താണ്? ശാന്തേ, ഇങ്ങോട്ട് വരൂ. ശാന്തേ, ശാന്തേ, ഇതെന്താണ്? എങ്ങനെയാണ് ഇത്രയും വൃത്തികേടായത്? കൊട്ടാരത്തിൽ ഇത്രയും ജോലിക്കാരുണ്ടായിട്ടും അവരെന്താ ചെയ്യുന്നത്? പക്ഷേ ഈ കാണുന്ന കാൽപ്പാട് ആരുടേതാണ്? ആരാണ് ഇവിടെ വന്നത്? എനിക്കറിയില്ല വാഹിനി സാഹിബ്, ഞാൻ പാചകശാലയിലായിരുന്നു. പിന്നെ നീ ഈ കാൽപ്പാടുകൾ മനുവിന്റെയും പ്രാച്ചിയുടേതുമാണ്. മനുവിന്റെയും പ്രാചിയുടേതുമോ? പെട്ടെന്ന് കഴുകൂ പ്രാച്ചി, ആരെങ്കിലും നമ്മളെ കാണും മുമ്പ്. പക്ഷേ
കൊട്ടാരത്തിൽ ഇതുപോലുള്ള മണ്ണില്ലല്ലോ. അജി സാഹിബ്, മനു പ്രാച്ചിയെ പുറത്തുനിന്ന് എവിടുന്നോ കൊണ്ടുവന്നതാണ്. ദൈവമേ, ഈ മണ്ണ് ചുവന്ന കുന്നിലേതാണ് വാഹിനി സാഹിബ്. ചുവന്ന കുന്നിലെയോ? എന്റെ ദൈവമേ, കുടം പൊട്ടിപ്പോയി. അതായത് മനുവും പ്രാചിയും ചുവന്ന കുന്നിൽ പോയിരുന്നു. ഈ മനു എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നതേയില്ല. വാ, എന്നോടൊപ്പം വരൂ. ശാന്തേ, നീ പറഞ്ഞത് ശരിയാണ്. മനു ഇവിടെയാണ് വന്നത്. ഈ ചുവന്ന ആരതിയുടെ താലം. ശാന്തേ, ഈ ആരതിയുടെ താലം ഇക്കാര്യത്തിന്റെ തെളിവാണ്. നമ്മുടെ മനു രഹസ്യമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടി അവൾ പ്രാചിയെയും കൂടെ കൂട്ടിയിരിക്കുകയാണ്. പ്രാചി, പ്രാചി, അല്ല, എന്റെ പ്രാചി ഇവിടെ വന്നിരിക്കുകയാണോ? ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നോ? എന്നെ എന്തിനാ അന്വേഷിക്കുന്നത്? എന്തിനാണെന്നോ, നിന്നെ കുറച്ചു നേരമായിട്ട് കണ്ടില്ലല്ലോ, നിന്നെ സ്നേഹിച്ചില്ലല്ലോ എന്ന്. അതിനെന്താ എന്നെ സ്നേഹിച്ചോളൂ. ഉം. ശരി, ഇനി പറയൂ പ്രാചി, നീ എവിടെയായിരിക്കുന്നത്? നിന്നെ കാണാനേ കിട്ടുന്നില്ലല്ലോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇല്ല, ഇന്ന് രാവിലെ മുതൽ കാണുന്നില്ലായിരുന്നല്ലോ. എവിടെയായിരുന്നു? ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. എന്റെ പ്രാചി വളരെ നല്ല കുട്ടിയാണ്. അവളുടെ മുത്തശ്ശിയോട് അവൾ എല്ലാം തുറന്നു പറയും. ഞാൻ എന്തിനു പറയണം? മിണ്ടൂല. നിക്ക്, മിണ്ടൂല, 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 മിണ്ടൂല. പ്രാചി, പ്രാചി, നിക്ക് ഇവിടെ. ഇവിടെ നിക്ക്. ഇങ്ങോട്ട് വാ, വാ, ഇവിടെ നിക്ക്. എന്നോട് പറ. എന്നെ വീട്, എന്റെ കൈ വേദനിക്കുന്നു. വേഗം നീ എന്നോട് പറ. മനുവും നീയും രാവിലെ കുന്നിൽ എന്തിനാ പോയതെന്ന്? ഇല്ലില്ല, ഞാനിത് അച്ഛനോട് പറഞ്ഞു കൊടുക്കും. ഈ ആജി സാഹിബ് എന്നെ അടിച്ച് കരയിച്ചു എന്ന്. എന്റെ ദൈവമേ, എന്റെ പ്രാചി മോളെ, എനിക്ക് എന്റെ മോളെ എന്തുമാത്രം ഇഷ്ടമാണെന്നോ. പിന്നെ ഞാൻ എന്തിനാ അടിക്കണം? വരും മോളെ. എന്റെ ദൈവമേ, മനു, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരാൻ. ഇതെന്താണ്? ആരതിക്കുള്ള താലമാണ് ആജി സാഹിബ്. അതെനിക്ക് നല്ലപോലെ അറിയാം. മനു, ഞാൻ കരുതിയിരുന്നത് നിന്നിൽ മാറ്റം ഉണ്ടായിന്ന. പക്ഷേ എനിക്ക് തെറ്റിപ്പോയിരിക്കുന്നു. നീ ഒട്ടും തന്നെ മാറിയിട്ടില്ല. പക്ഷേ എന്താ പറ്റിയത് ആജി സാഹിബ്? എന്തു പറ്റി മുത്തശ്ശി? എന്ത് നിഷ്കളങ്കമായ മുഖത്തോടു കൂടി ചോദിക്കുക. ഒന്നും ചെയ്യാത്തതുപോലെ. നീ സ്വയം നശിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ പ്രാചിയും കൂടി നീ നശിപ്പിക്കും. ഞാൻ അതിന് മാത്രം എന്താണ് ചെയ്തത് ആജി സാഹിബ്? ഇത് പറയ. ഇന്ന് രാവിലെ പ്രാചിയും കൂട്ടിക്കൊണ്ട് നീ ചുവന്ന കുന്നിലേക്ക് പോയത് എന്തിനാണ്?